20 രൂപ കളഞ്ഞു കിട്ടിയായിരുന്നേ. നമുക്കിതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് കൊടുത്താലോ? അതിനിപ്പോ എന്നാ കൊടുക്കാലോ. നമ്മൾ യഥാർത്ഥ ഉടമസ്ഥന്റെ 4 മണിക്ക് മുമ്പേ കൊടുത്തിരിക്കും. പക്ഷെ നമ്മൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ പൈസ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ 20 രൂപയുടെ വാല്യൂ തിരിച്ചറിഞ്ഞത് എന്താണെന്ന് വെച്ചാല് ചെറിയ കാര്യമല്ലത്. ആർക്കും തിരിച്ച് വീട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലി എല്ലാം ആണെങ്കിൽ അത് മോശമല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു നോക്കി മിസ് റിജക്ട് അടിച്ച് വിടുമെന്ന് വിചാരിച്ചു. സാറേ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഒരു CCTV വീഡിയോ ആണ്, സാറാണോ എന്ന് പറയാമോ? 20 ചേട്ടൻ പോകുന്നു ആ പരിപാടിയാണ്. ഹലോ, നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് ഫ്രഷ് മീഡിയ എന്നാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ജീവൻ ജെയിംസ്. ഞാൻ ചങ്ങനാശ്ശേരി സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം MA സിനിമ ആൻഡ് ടെലിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ടോം കക്ക ഫ്രാൻസിസ്. എൻ്റെ പേര് ധനുഷസ്. എന്താണ് ബ്രോ അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അപ്പോൾ ഞങ്ങൾ കോളേജ് വന്നപ്പോൾ ഞങ്ങളുടെ കോളേജിൽ നാക്കിൻ്റെ വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ 20ൻ്റെ നോട്ട് എനിക്ക് ഞങ്ങളുടെ നടുമുറ്റത്ത് അർജുനാണ് കിട്ടിയത്. അപ്പോൾ അവൻ എൻ്റെ തന്നിട്ട് അന്ന് നാക്കിൻ്റെ വിസിറ്റ് ഉള്ളതുകൊണ്ട് അവൻ അതിൻ്റെ ഡ്യൂട്ടിയിലായിട്ട് പോയി. സാർമാരാണേലും പിള്ളേരാണേലും ഓരോരോ ഡ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ 20 രൂപ അവിടെ എപ്പോഴും സ്ഥിരമായിട്ട് കിടക്കത്തില്ല. അതെന്തോ വീണ ടൈം തന്നെ, അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ ആരെങ്കിലും ഒക്കെ കാണുന്നതായിരുന്നു. അപ്പം ഞാൻ ആ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു, നിങ്ങളുടെ ആണോ 20 രൂപ? അപ്പോൾ അവർ പറഞ്ഞു അല്ല അവിടെ എൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തുള്ള ഓരോ സ്റ്റാഫിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ ചോദിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സാർമാരോടൊക്കെ ചോദിച്ചു. സാർമാർ ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര 20 രൂപയ്ക്ക് വേണ്ടി ഇത്ര ഓടി കിടക്കുന്നത്? അത് ആരുടെയും കൈ കൊടുക്കുക, അല്ലെ നീ തന്നെ വെച്ചു, പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു 20 രൂപ കളഞ്ഞു കിട്ടിയ സമയത്ത് അത് അത്രയും വലിയൊരു എമൗണ്ട് അല്ലല്ലോ, അത് തിരിച്ചു കൊടുക്കണമെന്നൊരു ചിന്ത തോന്നാൻ കാര്യം എന്താ? വേണമെങ്കിൽ ബസ്സിന് പോകാമല്ലോ. ഇപ്പോൾ സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ ബസ്സിന് പോവാം. അപ്പോൾ 10 രൂപ മിസ്സായിപ്പോയി. നമ്മളങ്ങനെ പെട്ടുപോയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഞാൻ അകത്ത് സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് സാറുമാരോട് ചോദിച്ചു, അവിടെ ഒരു CCTV ഉണ്ട്, ഒന്ന് വിഷ്വല് തപ്പിയെടുക്കാമെങ്കിൽ ആളാരാ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് ചെന്ന് ഓരോരുത്തരോട് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഞാൻ സാർമാർ എടുത്ത് ചെന്നപ്പോൾ എൻ്റെ ഓട്ടം കണ്ടിട്ട് സാർമാർ പറഞ്ഞു CCTV തപ്പിത്തരാമെന്ന് പറഞ്ഞ് സാർമാരിരുന്നു. ഇവനെ കാണുന്നില്ല കുറേ നേരം. രാവിലെ വന്നു എന്ന് പറഞ്ഞു കോളേജിൽ, പക്ഷേ ക്ലാസ്സിലില്ല. അപ്പം ഞാൻ രോഗം കൂടെ അപ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു ചുമ്മാ സ്റ്റാഫ് റൂമിലേക്ക് പോയപ്പോൾ അവിടെ കെഞ്ചു ഇങ്ങനെ പ്ലീസ് CCTV പ്ലീസ്. കോളേജിലെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അതിൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി CCTVയുടെ ഫുട്ടേജ് തരണം റിക്വസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് ഫുട്ടേജസ് കിട്ടി. അതാരാണ് ഷൂട്ട് ചെയ്തത്? ഇവനാണ് ഷൂട്ട് ചെയ്തത്. ഇതാരെങ്കിലും കണ്ടുപിടിച്ച് വരുവാണെങ്കിലോ എന്ന് വിചാരിച്ചു ആദ്യം ഇട്ട്. അപ്പോൾ പിന്നെ വിചാരിച്ച് ഞാൻ കുറച്ചുകൂടെ റെസസ് എടുത്ത് വെച്ചു, ചുമ്മാ ഒരു രസത്തിന്. ഈവൻ ഈ CCTV കാണുന്നതും ആ വിഷ്വൽസ് എല്ലാം കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോൾ അവസാനം നോക്കിയപ്പോൾ നല്ലൊരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് അവസാനം കൊണ്ട് എഡിറ്റ് ചെയ്ത് ഫുൾ എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളുടെ HOD നിസാമിസിനോട് പറഞ്ഞു, മിസ് ഇങ്ങനൊരു കാര്യമുണ്ട്, എല്ലാവരും അതൊരു വാല്യൂ കണ്ടന്റ് മീൻസ് കാര്യമായിട്ടല്ല കാണുന്നത്. ഞാനിതൊരു 20 രൂപ എനിക്ക് വട്ടായിട്ട് മിസ്സിന് തോന്നി. ഞാൻ 20 രൂപ തപ്പി കുറച്ച് നേരമായിട്ട് കിടക്കും, ആളെ തപ്പി മിസ്സിന് പറ്റുവാണെങ്കിൽ ഒന്ന് CCTV തപ്പിത്തരാമെന്ന് വെച്ചു. നമ്മൾ വിചാരിച്ചു ഓക്കെ മിസ് റിജക്ട് അടിച്ച് വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഓക്കെ മിസ് അപ്പം പറഞ്ഞപ്പോൾ തന്നെ മിസ് നമ്മളോടുള്ള സ്നേഹം കൂടെ വെച്ചിട്ട് ഓക്കെ അപ്പം തന്നെ എടുത്ത് തന്നു. ഈ ഒരു മിഷൻ നിങ്ങൾ 3 പേരും കൂടെ ആണോ വന്നു? പിന്നെ നിങ്ങൾ 3 പേരായിരുന്നു. അപ്പം മിസ് അവസാനം അതിന്റെ ഫുട്ടേജ് കണ്ടുപിടിച്ച് തന്നോ? അത് എത്ര ടൈം എടുത്തു? പെട്ടെന്ന് കിട്ടി, പക്ഷെ ആളെ കിട്ടാൻ. ഓക്കെ, ആ ഫുട്ടേജ് കണ്ടപ്പോൾ ഏകദേശം ഏത് കളറാണ് നിങ്ങൾക്ക് അതിൽ മനസ്സിലായത്? ഒരു വെള്ള ഷർട്ടും ബ്ലാക്ക് പാന്റ് പോലത്തെ ഇതായിരുന്നു അവർ ഇട്ടിരുന്നത്. അതുകൊണ്ട് ഭാഗ്യത്തിന് അപ്പോൾ ടീച്ചർമാരെല്ലാവരും അതാ. ഇന്ന് കോളേജ് നാക്ക് വിസിറ്റ് ആയതുകൊണ്ട് മിക്ക സാറന്മാരെല്ലാവരും ഒരേപോലത്തെ കളർ കോഡായിരുന്നു. അതിനകത്ത് ഏത് സാറിൻ്റെതാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തിരി മെനക്കേടായിരുന്നു. ഏകദേശം ഒരാളെ നിങ്ങൾ ഫിക്സ് ചെയ്തു, ഇന്ന ആളായിരിക്കും? ഒരു 2-3 പേര് മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ 3 പേരെടുത്തും പോയോ ആദ്യം? ഇല്ല. പിന്നെ ഒരു പോയിന്റില് സാറിന്റെ നടപ്പും ഇതൊക്കെ വെച്ചിട്ട് ഈ സാർ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ ചെന്നു. ഞങ്ങൾ സാറിനോട് കാര്യം പറഞ്ഞില്ല. സാറിനോട് എന്നിട്ട് പറഞ്ഞു, സാറേ ഒരു കാര്യമുണ്ട്, എനിക്കൊരു CCTV വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്, ഇത് സാറാണോ എന്ന് പറയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ചെന്നപ്പം വീഡിയോ കണ്ട ബാഗ് സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഏകദേശം ഉറപ്പിച്ചു ഇത് സാറായിരിക്കും. അപ്പൊ സാറിനെ ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു, സാറേ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഒരു CCTV വീഡിയോ ആണ്, ഇത് സാറാണോ എന്ന് പറയാവോ? പേടിയായി, ടെൻഷനായി, കാര്യമൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഇവൻ സാറിനെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഇപ്പുറത്തിരുന്ന സാർ അത് മേടിച്ചിട്ടാ, ഇത് ഈ സാറ് തന്നെയാന്ന് പറഞ്ഞു. ഞാനോ ഓടാ എന്തൊപ്പിച്ചിട്ട് ഇവന്മാര് വന്ന് സാറല്ലേ, ഒരു ടെൻഷനായി എന്താ കാര്യം. അപ്പോൾ സാറാന്ന് കൺഫേം ആയപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇതുണ്ടോ സാറിൻ്റെ ഒരു പൈസ താരം പോയിട്ടുണ്ട്, 20 രൂപ താരം പോയി, അത് ഞങ്ങൾ കുറച്ചു നേരമായിട്ട് തപ്പി കിടക്കുമായിരുന്നു, ആളാരാന്ന് പറഞ്ഞിട്ട് കൊടുക്കായിരുന്നു. സാറ് എടോ ഇങ്ങനെ ബാക്കി ആ മറ്റേ വീഡിയോക്ക് അത് കാണാം. അപ്പൊ വേണ്ടിയാണോ ഇങ്ങനെ നടന്നത്? നിങ്ങൾ 20 രൂപ കൊടുത്തപ്പോൾ തന്നെ പുള്ളിയുടെ സഡൻ റിപ്ലൈ എന്തായിരുന്നു? എടോ ഇതിന് വേണ്ടിയാണോ നീയൊക്കെ ഇത്ര നേരം നടന്നത്, ഒരു 20 രൂപയ്ക്ക് വേണ്ടിയാണ് ഇത്ര തപ്പി നടന്നെങ്കിൽ? സാറും ഭയങ്കര ഹാപ്പിയായി. എന്ന് വെച്ചാൽ
ഒരു 20 രൂപ മീൻസ് മിക്കവരും കാണുന്ന വെറും 10 ഒരു 20 രൂപ ചെറിയ നിസ്സാര തുക. പക്ഷെ ഞങ്ങളെ നോക്കുമ്പം എല്ലാവർക്കും ഒന്ന് 20 രൂപ 20 രൂപ വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു പൈസ ആണ്. ആ വീഡിയോ ഇത്രയും വൈറലായി ഇപ്പൊ നിൽക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ എന്താ പറയാനുള്ളത്? കോണ്ടന്റിന് ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഇടാം. റീലിടണമെങ്കിൽ ആ ഒരു വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ ഇടത്തില്ല. സോ അപ്പോൾ ഇവരോട് ഡിസ്കസ് ചെയ്തു. അപ്പൊ അവരും പറഞ്ഞു ഓക്കെ എന്നാ ഇത് വൈറലാവും എന്നൊക്കെ ചിന്തിച്ചിരുന്നു, ഇത്രത്തോളം ആൾക്കാർ കാണുമെന്നോ അങ്ങനെയൊക്കെ. കുറച്ച് പേര് കാണുന്ന ഈ ഒരു കോണ്ടന്റിന് വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ആ വാല്യൂ ഉള്ള സാധനം ഇതിട്ടാൽ ചിലപ്പോൾ കുറെ പേര് ഇത് കാണുമായിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കുറച്ച് പേര് എന്തായാലും റീച്ച് ആവുന്ന ഒരു ബോധ്യമുണ്ട്. കോളേജിൽ മൊത്തത്തിൽ അറിയുമെന്നേ വിചാരിച്ചുള്ളൂ, പക്ഷെ ഇത്രയും പേര് എടുത്തിടുമെന്നൊന്നും. ഇപ്പൊ കോളേജിൽ ഇപ്പൊ എന്താ അഭിപ്രായം? 20 ചേട്ടൻ പോകുന്നു ആ പരിപാടി അത്ര ആരാധികമാരൊക്കെ ഉണ്ടോ ഇത് വൈറലായിട്ട്? എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് ഇപ്പോഴും മെസ്സേജ് ഇപ്പൊ ഞങ്ങള് കണ്ടന്റ് ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് നാളായി. എന്നാലും അന്നത്തെ ഇത് പറഞ്ഞ് അയച്ചവര് തന്നെ വീണ്ടും ചേട്ടാ വീഡിയോ വീണ്ടും കൊള്ളാൻ കേട്ടു അവന് ഇപ്പോഴും ടീമിൽ കിടപ്പുണ്ടായി. ആണോ പുള്ളി അപ്പൊ സ്റ്റാർ ആണോ? ഇപ്പൊ കോളേജിലെ ഒരു സ്റ്റാർ ആണോ? ഫേസ് അവന്റെ അല്ലേ കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മള് 3 പേരും അവിടെ 3-4 കൊല്ലമായിട്ട് അറിയുന്ന കുറെ പിള്ളേരുണ്ട്. അവർക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഇൻവോൾവ് ആണ് ഇതിലും. പക്ഷെ പുറത്തുനിന്നാണ് നോക്കുമ്പോ ഓക്കെ അവന്റെ ഫേസ് ആണ് കൂടുതലും. പക്ഷെ നമുക്ക് സന്തോഷമുള്ള കുറെ പേര് നല്ലത് പറഞ്ഞു. കുറച്ച് പേര് എന്തായാലും എന്തിട്ടാലും അത് നോക്കണ്ട. നമ്മൾ ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഈ ഒരു മോട്ടീവ് നല്ലതാണ്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോകും. ചോദിച്ചു ഇപ്പം മന്തി കഴിക്കാൻ പോകൂടായിരുന്നു, മന്തി കഴിക്കാൻ പോകത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു. കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് ആയിരുന്നു. 500 രൂപയൊക്കെ ആണെങ്കിൽ ഒത്തിരി കുറച്ച് കമന്റ് ഒക്കെ ഇങ്ങനെയായിരുന്നു. 500 രൂപയാണെങ്കിൽ മന്തി കഴിക്കാൻ പോകത്തില്ലായിരുന്നു, വെറും 20 ആയതുകൊണ്ടല്ലേ നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത്, ഇതൊരു വൈറലാവാൻ വേണ്ടിയിട്ട് ഷോ അല്ലേ എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ മറുപടി എന്താ? അവർക്കൊക്കെ എന്താ മറുപടി? മീൻസ് നമ്മൾ ഒരിക്കലും അതൊരു വൈറലാവാനോ ഷോ കാണിക്കാനോ ഒന്നും ചെയ്തതല്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്ര നല്ലതല്ലേ. മീൻസ് വേറെ ഒരാളുടെ പൈസ നമ്മുടെ വെക്കാതിരിക്കുന്നത് നല്ലത്. അതിപ്പം അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അത് അതിൻ്റെതായ ആളുടെ എത്തിക്കുന്നതായിരിക്കും അത്ര നല്ലത്. അർഹതപ്പെട്ടത് എപ്പോഴും അർഹതപ്പെട്ടവരുടെ എത്തിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളിപ്പോൾ പറഞ്ഞില്ല, നിങ്ങൾ ഫുട്ടേജ് ചെക്ക് ചെയ്തു, അതിനുശേഷം ആ സാറിനോട് പോയിട്ട് കാര്യം പറഞ്ഞില്ല, സാറിൻ്റെ കുറച്ച് ഫുട്ടേജസ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സാറൊന്നും പാനിക്കായില്ല. അതായത് നിങ്ങൾ ഈ പൈസ തിരിച്ചു കൊടുത്ത ആ സാറിന് ഇപ്പോഴൊന്ന് വിളിച്ചാലോ നമുക്ക്? സാറ് പക്ഷേ ഇപ്പോൾ ക്ലാസ്സിലാണോ നടത്തില്ല, വിളിച്ചു നോക്കാം. നമുക്കൊന്ന് വിളിച്ചു നോക്കാം, കിട്ടുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. നമസ്കാരം പറഞ്ഞോളൂ. സാറിനോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് വെച്ചാല്, നമുക്ക് 20 രൂപ നമ്മളെ മിടുക്കന്മാർ കൊണ്ട് തന്നപ്പോ എന്താ ആദ്യമായിട്ട് തോന്നിയത്? ഇപ്പൊ ഈ ഫുട്ടേജ് ഒക്കെ ആയിട്ട് വന്നപ്പോ ഇങ്ങനെ എന്റെ ഒരു വീഡിയോ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ കാണും, അല്ലെ അങ്ങനെ ഒരു CCTV ഫുട്ടേജ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടുമല്ലോ, ഇതെന്നാ സംഭവം. അപ്പൊ ഇങ്ങനെ ഒന്ന് കാണിച്ചപ്പോ ഞാൻ ഓർത്തത് എന്ത് സംഭവം, ഇമാര് വല്ല എന്നെ പെടുത്താൻ വല്ലോ ആണോ ആലോചിച്ചു. അത് കഴിച്ചിട്ടാണ് കാര്യത്തിലേക്ക് വരുന്നത്. അപ്പൊ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. കൊള്ളാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ 20 രൂപയുടെ വാല്യൂ തിരിച്ചറിഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ തിരിച്ചു പോകാനുള്ള, അതെ തിരിച്ചു പോകാനുള്ള ആരുടെങ്കിലും വണ്ടിക്കൂലി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ സമയത്തുള്ളൊരു വാല്യൂ ഉണ്ട്. 20 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് ടൈം ബോണ്ടഡാണ്, സമയബന്ധിതമായിട്ടുള്ള നമ്മൾ ഈ പൈസയുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ആ ഒരു ധാരണ ഉണ്ടാവുകയും അവരതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത് വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമല്ല അത്. അവരെൻ്റെ അടുത്ത് വന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളത് എടുത്തോ, നിങ്ങളത് ഇറങ്ങിയാണോ കുടിച്ചോന്ന് പറഞ്ഞാൽ അവർ ചെയ്തില്ലത്. ഈ ഒരു തിരക്ക് സമയത്ത് ഞങ്ങളോട് ജോയിൻ ചെയ്ത സാറിന് ഒരു പ്രത്യേക നന്ദി. അപ്പൊ എനിവേ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു സെക്ഷൻ സാറ് കൂടെ വന്നപ്പോഴാണ് കളർഫുൾ ആയത്. നമ്മുടെ ജീവനും നമ്മുടെ പിള്ളേരും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് നല്ല സന്തോഷം സാറ് ഞങ്ങളോട് പങ്കുചേർന്നതിൽ. എനിവേ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശരി.